ഹായ് ഹലോ വെൽക്കം ടു ഓൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല കുടംപുളി ഇട്ട് വെച്ച ചെമ്മീൻ കറിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒപ്പം തന്നെ അതിൻ്റെ തല കൊണ്ട് ചെമ്മീൻ തല വറുത്തതും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഈ ചെമ്മീൻ തല വറുത്തതിനുണ്ടാവുക കേട്ടോ. അപ്പോൾ നമുക്ക് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ. ചെമ്മീൻ ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ തല നമ്മൾ കളയില്ല കേട്ടോ. തല സെപ്പറേറ്റായിട്ട് നമ്മൾ എടുത്ത് വെക്കുന്നുണ്ട്. ആദ്യം അതിൻ്റെ തല ക്ലീൻ ചെയ്തു. അതിന് ശേഷം നമ്മൾ തൊണ്ട് കളയാണ് കേട്ടോ ചെയ്യുക. അതിൻ്റെ തൊണ്ട് കളഞ്ഞതിന് ശേഷം ഈ ചെമ്മീൻ്റെ നടുവിലായിട്ട് ഒരു നാരുണ്ടാവും. ആ നാരെടുത്ത് കളയും കേട്ടോ. നാര് ചിലർക്ക് വയറുവേദന വരുമെന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ ആ നാര് നമ്മളെടുത്ത് കളയും കേട്ടോ. അതുപോലെ തലയുടെ ഭാഗത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ടി വരും. അവിടെ ചളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ നാര് കളഞ്ഞ് അതുപോലെ ആ തലയുടെ ആ ഭാഗത്തുള്ളതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുകയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ മൊത്തം ചെമ്മീനും നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. തല സെപ്പറേറ്റായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെമ്മീനും സെപ്പറേറ്റ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെമ്മീൻ നമ്മൾ കറി വയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ചെമ്മീനിൽ നമ്മൾ ഉപ്പ്, അതുപോലെ തന്നെ മുളക് പൊടിയുപ്പാണ് കേട്ടോ ഇടുന്നത്. മുളക് പൊടി, പിന്നെന്താ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവയൊക്കെ ഇട്ടിട്ട് നമ്മളത് പുരട്ടി വയ്ക്കും കേട്ടോ. നന്നായി പുരട്ടി വയ്ക്കും. അതിനൊപ്പം തന്നെ ഇഞ്ചി, പച്ചമുളക്, ചുവന്നുള്ളി ഇത് ചതച്ചിടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ചൂനിമുളകാണ് കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള ചീനമുളകാണ്. ചൂനമുളകും ഇതൊക്കെ കൂടി നമ്മൾ ചതച്ചിട്ടാണ് കേട്ടോ ഇടുന്നത്. അതിനുശേഷം ഇതെല്ലാം കൂടി നമ്മൾ വേപ്പിലിടണം. വേപ്പിലൊക്കെ കൂടിയിട്ട് നമ്മൾ പുരട്ടി വയ്ക്കുന്നു കേട്ടോ. നന്നായി പുരട്ടി വയ്ക്കണം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ ചിരകിയിട്ട് പാലെടുക്കണം. പാല് പിഴിഞ്ഞിട്ട് കുടംപുളിയിട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് പാല് പിഴിയണം. അതിന് മുന്നായിട്ട് നമ്മൾ കുടംപുളി കുറച്ചെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ തേങ്ങ ചിരകിയെടുത്തു. തേങ്ങയുടെ ആദ്യം വേണ്ടത് നമുക്ക് ഒന്നാം പാലെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളത്തിലടിച്ചിട്ട് നല്ല കട്ടിയുള്ള ഒന്നാം പാലാണ് കേട്ടോ നമുക്ക് ഫസ്റ്റ് എടുക്കേണ്ടത്. ആ ഒന്നാം പാലെടുത്ത് നമ്മൾ മാറ്റി വെച്ചു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഫസ്റ്റ് തന്നെ കുടംപുളിയുടെ വെള്ളവും കുടംപുളും കൂടിയിട്ട് നമ്മളിതിൽ ചേർത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ കുടംപുളി ഇപ്പം തന്നെ ഇട്ട് വെക്കുന്നുണ്ട്. ജസ്റ്റ് രണ്ടാം പാലെടുത്തു. അത് കഴിഞ്ഞ് രണ്ടാം പാലെടുത്ത് ഈ രണ്ടാം പാൽ നമ്മൾ ചട്ടിയിലേക്ക് ഒഴിച്ച് ഇനി നമ്മൾ ചട്ടി അടുപ്പിലേക്ക് വെക്കുകയാണ് കേട്ടോ. ഗ്യാസിലേക്ക് വെച്ച് തിളപ്പിക്കാൻ പോവാണ്. മൂടി വെച്ചിട്ട് തിളപ്പിക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ചെമ്മീൻ്റെ തല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അതൊക്കെ ഇട്ടിട്ട് നമ്മൾ പുരട്ടി വയ്ക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അത് നമ്മൾ പുരട്ടി വെച്ച് കഴിഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ചെമ്മീൻ്റെ അവിടേക്ക് പോകണം. അപ്പോൾ ആ ചെമ്മീൻ കറി ഇതാ തിളച്ച് കഴിഞ്ഞു കേട്ടോ. തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതൊരു 2 മിനിറ്റും കൂടെ ഇത് ഒന്ന് മൂടി വെക്കണം കേട്ടോ. മൂടി വെച്ച് ഇത് വേവണം. നമ്മുടെ ചെമ്മീൻ വേവാനുള്ള ഒരു സമയം നമുക്ക് കൊടുക്കണം കേട്ടോ. 2-3 മിനിറ്റ് വെന്താൽ മതിയാവും കേട്ടോ ചെമ്മീൻ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. 2-3 മിനിറ്റ് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ ഫസ്റ്റ് എടുത്ത് വെച്ച് നമ്മുടെ ഒന്നാം പാലുണ്ടല്ലോ. ആ ഒന്നാം പാല് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. നല്ല കട്ടിയുള്ള ഒന്നാം പാല് നമ്മൾ ഒഴിച്ചു കൊടുക്കും. ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ അത് വല്ലാണ്ട് തിളയ്ക്കാൻ അനുവദിക്കരുത്. അത് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ജസ്റ്റ് ഒരു തള വരുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഉള്ളി കാച്ചുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ചുവന്നുള്ളി അരിഞ്ഞതും കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അത് നമ്മളൊരു നന്നായി മൊരിഞ്ഞ് എന്താ പറയുക പുളിയുറുമ്പിൻ്റെ കളറാവും എന്ന് പറയും. നന്നായി മൊരിഞ്ഞ് വരുമ്പോൾ അത് നമ്മുടെ കറിയിലിട്ടിട്ട് കാച്ചി മാറ്റുക കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ചെമ്മീൻ കറി പാലൊഴിച്ച് വെച്ച ചെമ്മീൻ കറി നല്ല സൂപ്പറായിട്ടുണ്ട്. ഇത് ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ല
കുറുകി നല്ല കട്ടിയായിട്ട് വരും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഇപ്പോൾ ഈ കറിക്ക്. നല്ല തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും കുടംപുളിയുടെ പുളിയും പുളിയെല്ലാം ഇറങ്ങിയിട്ട് ഇതൊക്കെ പിടിച്ചിട്ട് നല്ല ചെമ്മീൻ്റെ ഒരു ടേസ്റ്റൊക്കെ കൂടി പിടിച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനത്തെ ചെമ്മീൻ കറി. അപ്പോൾ ഇങ്ങനെ ചെമ്മീൻ കറി വെക്കാത്തവരാണെങ്കിൽ ഒന്ന് ചെമ്മീൻ കറി വെച്ച് നോക്കണം കേട്ടോ. ഇനി നമ്മൾ ചെമ്മീൻ്റെ തല മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ വറുത്തെടുക്കണത്. ചെമ്മീൻ്റെ തല വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഈ ചെമ്മീൻ തല ഇട്ടിട്ട് നന്നായി മൊരിച്ചെടുക്കണം കേട്ടോ. നന്നായി മൊരിഞ്ഞാൽ മാത്രമേ നല്ല ക്രിസ്പി ആയിട്ട് ഇത് കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ കല്ലുമ്മിക്കായൊക്കെ പൊരിച്ചെടുക്കണ പോലെ തന്നെ കേട്ടോ. നന്നായി മൊരിഞ്ഞതിന് ശേഷം നമ്മൾ അതിൽ നമ്മൾ വേപ്പിലിട്ടിട്ട് മാറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ നല്ലോണം മൊരിഞ്ഞ് കഴിഞ്ഞു. ഇനി അതിൻ്റെ നടുവിലായിട്ട് നമ്മൾ കുറച്ച് വേപ്പിലിട്ടിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ തല സൂപ്പറായി നമുക്ക് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നല്ല മൊരിച്ചെടുക്കണത് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ നമ്മുടെ ചെമ്മീൻ. അപ്പോൾ അത്രയും ഈസിയാണ് ചെമ്മീൻ കറിയും ചെമ്മീൻ തല വറുത്തതും ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അത് രണ്ടും നല്ല അടിപൊളി ടേസ്റ്റാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇത് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതായിരിക്കും ടാറ്റ ബൈ ബൈ, സീ യു.